വെൽക്കം ബാക്ക് ടു മോംസ് കിച്ചൺ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വന്നത് മുട്ടയും ചിക്കനും ചേർത്തിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ, പുളിവെള്ളം, ഉപ്പ്, 2 വലിയ മുളക്, ഹാഫ് ക്യാരറ്റ്, കാപ്സിക്കം, സോയ സോസ്, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല പൗഡർ, പ്ലാം ഓയിൽ, കസ്തൂരി മെത്തി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, ബ്ലാക്ക് പെപ്പർ, ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, 2 വലിയ നീരുള്ളി, 2 തക്കാളി, 1 കപ്പ് അളവിൽ തേങ്ങ, 4 മുട്ട, ചിക്കൻ അത് നിങ്ങൾ അളവനുസരിച്ചിട്ട്. ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് ചിക്കൻ പെരുക്കിയെടുക്കുന്നതാണ്. അതിനായിട്ട് ഫസ്റ്റ് കോൺഫ്ലോർ ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ആഡ് ചെയ്യാം. വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ അളവനുസരിച്ച്. അതിനുശേഷം സോയ സോസ് ആഡ് ചെയ്യാം. അതും നിങ്ങളുടെ അളവനുസരിച്ച് മാത്രമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കസ്തൂരി മേത്തി ആഡ് ചെയ്യാം. ഇനി ഇതിനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ചട്ടി ചൂടാൻ വെക്കാം. ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായി വരുന്ന സമയം കൊണ്ട് മുട്ടയെ പെരുക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കണം, മസാല എല്ലാം ഉള്ളിൽ പിടിക്കാൻ വേണ്ടി. ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ബ്ലാക്ക് പെപ്പർ പൗഡർ, വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നിങ്ങളുടെ അളവനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് കസ്തൂരി മേത്തി ആഡ് ചെയ്യാം. ഇത്രയും മതിയാകും. ഇനി മുട്ടയൊന്ന് നന്നായി ഒന്ന് പെരുക്കിയെടുക്കാം. പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനെ കോരിയെടുക്കാം. ഇനി നമുക്ക് മുട്ടയെ പൊരിച്ചെടുക്കാം. പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മുട്ടയെ നമുക്ക് കോരിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് നീരുള്ളി ഒന്ന് ആഡ് ചെയ്യാം.
ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്യാരറ്റും പച്ചമുളകും ആഡ് ചെയ്യാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് ഉള്ളി ഒന്ന് നല്ലതിൽ മിക്സ് ചെയ്തെടുത്ത് ഉള്ളി വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തേങ്ങ നന്നായി കളറൊക്കെ മാറി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. കൂടെ തന്നെ കാപ്സിക്കം ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. തക്കാളിയുടെ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വറുത്ത് വെച്ച തേങ്ങയെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കൂടെ തന്നെ സോയ സോസ് ആഡ് ചെയ്യാം. ചിക്കൻ മസാല പൗഡർ ആഡ് ചെയ്യാം. പെപ്പർ, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കൂടുതലായി പോയാൽ കയ്പ്പ് രസം വരും. കുറച്ച് ഗരം മസാല പൗഡർ, കസ്തൂരി മെത്തി. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം.
മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലതിൽ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണ്ട. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര ഗ്രേവി വേണ്ടാത്തതുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അപ്പം ഞങ്ങൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടിപ്പുറമുള്ള ബെല്ലൈക്കൺ അമർത്തണം. ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്